തീർച്ചയായും താങ്കൾക്കറിയാവുന്നതാണ്, രാമക്ഷേത്ര നിർമ്മാണത്തിൽ പല സമയങ്ങളിലും നമ്മളും പലതവണ ചർച്ച ചെയ്ത വിഷയമാണ്. ഈ രാമക്ഷേത്ര നിർമ്മാണം രാഷ്ട്രീയവൽക്കരിച്ചതാരെ എന്നൊരു ചോദ്യമാണെന്ന് പ്രധാനമന്ത്രി പ്രധാനമായും ഉന്നയിച്ചത്. കാരണം രാഷ്ട്രീയവൽക്കരിക്കാതെ ആ വിഷയം രാമഭക്തൻ എന്ന നിലയിലാണ് താൻ ചെയ്തത് എന്നൊരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ആരാണ് ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചത്? അത് രാഷ്ട്രീയവൽക്കരിച്ചതിൻ്റെ ഉദ്ദേശം വോട്ട് ബാങ്കാണെന്നും പ്രധാനമന്ത്രി പറയുന്നു. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഈ രംഗത്ത് നിരവധി അന്വേഷണങ്ങളും പഠനങ്ങളും നടത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? രാഷ്ട്രീയവൽക്കരിച്ചത് കോൺഗ്രസ് ആണ് കേട്ടോ, തുടക്കത്തിൽ. പക്ഷെ കോൺഗ്രസ് അബദ്ധം മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഒഴിയാൻ നോക്കി. പക്ഷെ CPM അതിൽ കയറി വല്ലാതെ പിടിച്ചു. കാരണം ഈ ICHR തുടങ്ങിയ സ്ഥാപനങ്ങൾ CPM ഡോമിനേറ്റഡ് ആയിരുന്നു അക്കാലത്ത്, ഒരുപക്ഷെ ഇക്കാലത്തും. അപ്പോൾ അവര് ഇത് വിട്ടില്ല. അവര് ഇങ്ങനെ ചൂടാക്കി വഷളാക്കി. മുസ്ലിങ്ങൾ പോലും ഒരു കാലത്ത് ഈ പറഞ്ഞ എല്ലാ മുസ്ലിം നേതാക്കന്മാരും ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ കൊടുക്കരുത് എന്ന് പറഞ്ഞ് അവരെ പെർസുവേഡ് ചെയ്ത് അവരെ വാശി പിടിപ്പിച്ച് ഭ്രാന്ത് പിടിപ്പിച്ച് ഒക്കെ നിർത്തിയത് ഈ ഇടതുപക്ഷക്കാരാണ്. അപ്പോൾ രാഷ്ട്രീയവൽക്കരണം തുടക്കം കോൺഗ്രസിന്റെ ഒരല്പം സംഭാവനയുണ്ടെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോയി ഈ വലിയ പ്രശ്നമാക്കി മാറ്റിയത് CPM തന്നെയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരാണ്. അത് ഹിസ്റ്റോറിയൻസ് എന്നൊക്കെ പറയുമെങ്കിലും അവരൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടുത്ത ബന്ധുക്കളും സപ്പോർട്ടേഴ്സുമായിരുന്നു. ഇർഫാൻ ഹബീബ് അങ്ങനെയാണ്, റൊമില താപ്പർ അങ്ങനെയാണ്. ഇന്നിപ്പോ അവരുടെ ചരിത്ര ബോധത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ തിരിച്ചു വന്നു കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ they were holding the portfolio and they were conducting the affairs. അങ്ങനെയാണ് ഇത് വേണ്ടാത്ത തലത്തിലേക്കൊക്കെ പോയത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് CPM-ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. തീർച്ചയായും TG മോഹൻദാസ്, ഇപ്പോൾ ഏറെ ഗൗരവത്തോടെ നമ്മൾ പരിഗണിക്കേണ്ടത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇതിന് പിന്നിൽ. അതാണ് ഈ രാമക്ഷേത്ര പ്രശ്നം, ആ വിഷയം തന്നെ പരിഹരിക്കാതെ തുടർച്ചയായി, നമുക്കറിയാവുന്നതാണ്, 49 മുതൽ ഈ വിഷയം ഇങ്ങനെ തുടർച്ചയായി ഭാരതം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രധാനമന്ത്രി അത് പരാമർശിച്ചപ്പോൾ BJP ഉണ്ടാകുന്നതിന് മുമ്പുള്ള പ്രശ്നമാണിത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. നമുക്കറിയാവുന്നതാണ്, അതിലൊക്കെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത്തരത്തിൽ ഇക്കണ്ട കാലം മുഴുവൻ, അത് നെഹ്റുവിൻ്റെ കാലത്ത് തൊട്ടാകട്ടെ, ഈ പ്രശ്നം പരിഹരിക്കാതെ ഇങ്ങനെ തുടർന്ന് ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യത്തോടെ ഇത് നടപ്പാക്കാൻ ശ്രമിച്ചു എന്ന് പ്രധാനമന്ത്രി ആരോപിക്കുമ്പോൾ ഏത് രീതിയിലാണ് ഇതിനെ വോട്ട് ബാങ്കായി പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസിന് സാധിച്ചത്? നാളിതുവരെയുള്ള ഭരണത്തിൽ വലിയൊരു കാലയളവ് ഭരണത്തിലിരുന്ന പാർട്ടി അത് വോട്ട് ബാങ്കാക്കി എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് അത് പ്രയോഗിച്ചത് എന്ന് താങ്കൾ വിലയിരുത്തുന്നത്? അത് നിസ്സാരമല്ലേ മനസ്സിലാക്കാൻ. വെച്ചാൽ ഈ കൺസോളിഡേറ്റായിട്ട് വോട്ട് ചെയ്യുന്നത് എപ്പോഴും മുസ്ലിങ്ങളാണ്. കുറച്ചു കാലം മുമ്പ് വരെ ക്രിസ്ത്യാനികൾ കൺസോളിഡേറ്റ് ചെയ്ത് വോട്ട് ചെയ്യുമായിരുന്നു. ഒരു ഇടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതനുസരിച്ച് വോട്ട് ചെയ്യുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴതില്ല. മുസ്ലിങ്ങൾക്ക് ഇപ്പോഴും അതുണ്ട്. ചില ഫത്വയ്ക്കനുസരിച്ച്, അല്ലെങ്കിൽ സംഘടനാ നേതൃത്വം പാണക്കാട് തങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കണ്ണുടച്ചു പോയി വോട്ട് ചെയ്യുക. ഇങ്ങനെയാണ് ഈ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു സങ്കല്പം ഉണ്ടായത്. അപ്പൊ അതിലെ കുറച്ച് നേതാക്കന്മാരെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് ആൾക്കാരുടെ വോട്ട് കിട്ടും. ഫലത്തിൽ അവർക്ക് ഗുണമൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല, അവരുടെ നേതാക്കൾക്ക് ഗുണമുണ്ടായാൽ മതി. അതാണ് വോട്ട് ബാങ്കിന്റെ ഒരു പ്രത്യേകത. ഒരു പ്രയോജനവും ഇല്ലാതെ സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ട് വരെ ആൾക്കാർ വോട്ട് ചെയ്യും. അപ്പോൾ അതാണ് ഈ കാര്യത്തിൽ സംഭവിച്ചത്. അത് മുതലെടുക്കാൻ ഇന്നും CPM നോക്കി, ഇന്നും CPM നോക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ CPM ഇപ്പോൾ ഏറ്റവും തീവ്രവാദ മുസ്ലിങ്ങളെയാണ് നയിക്കുന്നത്, സാധാരണ മുസ്ലിങ്ങളെ അല്ല. അവരുടെ ഒരു സ്ട്രാറ്റജി അതാണ്, ഈ ലീഡർഷിപ്പിനെ കൈക്കലാക്കുക. അപ്പൊ ബാക്കിയുള്ളവർ കൂടെ വന്നോളും എന്നുള്ള സങ്കല്പം. ഓക്കെ, തീർച്ചയായും മറ്റൊരു പ്രധാന വിഷയം കൂടി, അതായത് BJP ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ രാജ്യം ചർച്ച ചെയ്യുന്ന ഏറ്റവും ഗൗരവതരമായൊരു വിഷയം കൂടി അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. അത് സനാതന ധർമ്മം സംബന്ധിച്ചാണ്. ഈ സനാതന ധർമ്മ നിഷേധികളായ DMK-യുമായി എന്തിന് കോൺഗ്രസ് കൂട്ടുകൂടുന്നു, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നുവെങ്കിൽ എന്നൊരു ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. ഇതിലെ ഒരു ഇരട്ടത്താപ്പില്ലേ, കോൺഗ്രസിൻ്റെ ഒരു ഇരട്ടത്താപ്പ്? സ്വാഭാവികമായും ഈ വോട്ട് ബാങ്ക് ആണെങ്കിൽ ഇപ്പോൾ ഒരു അവസരവാദത്തിൻ്റെ ഇരട്ടത്താപ്പല്ലേ അത്? താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു?
കോൺഗ്രസിന് ഇരട്ടത്താപ്പ് എന്ന് പറയാൻ പാടില്ല, ഒരുപാട് താപ്പുണ്ട്. ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ 2 താപ്പാണ്. താപ്പ് എന്ന് വെച്ചാൽ അളവ് എന്നാണ്. 2 അളവല്ല, കോൺഗ്രസിന് ഒരുപാട് അളവുണ്ട്. ഓരോ സംസ്ഥാനത്തിനും ഓരോ അളവാണ്. അപ്പൊ തമിഴ്നാട്ടിൽ ക്ലിക്ക് ചെയ്യുന്നത് എന്താണോ അതവർ ചെയ്യും. തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഒരു കോഴ്സേ അല്ല. അതുകൊണ്ട് തമിഴ്നാട്ടിലെ ഉദയനിധി സ്റ്റാലിൻ ഈ സനാതന ധർമ്മത്തെ കൊറോണ പോലെ ഉന്മൂലനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കോൺഗ്രസ് കൈയടിച്ചു. കൈയടിക്കുകയല്ലാതെ വേറെ മാർഗമില്ല, അവർക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് DMKയുടെ വാലാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ്. വാല് പോലുമല്ല, അവരുടെ ദയയിൽ എന്തെങ്കിലും 1-2 സീറ്റ് കിട്ടിയാൽ കിട്ടി. കാമരാജിന് ശേഷം അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസ് തമിഴ്നാട്ടിൽ വർഷം എത്രയായി? 65-70 വർഷമായി തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഇല്ല. കറുപ്പയ്യ മൂപ്പനാരുടെ കാലത്ത് ഒന്ന് തലപൊക്കം നോക്കിയെങ്കിലും പിന്നെയും താഴെ പോയി. അപ്പം അതുകൊണ്ട് സനാതന ധർമ്മത്തെ നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിന് പ്രത്യേകിച്ചൊരു വിഷയമല്ല. അത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഹിന്ദു മതത്തിൽ ശക്തി എന്നൊരു സങ്കല്പമുണ്ട്, അതിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം എന്ന് തുറന്നു പറഞ്ഞു. അത് വളരെ വ്യക്തമാണ്. അവര് സനാതന ധർമ്മത്തിന് DMK സ്വഭാവേന എതിരാണ്. രാഹുൽ ഗാന്ധി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുമാണ്. ശക്തി എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെ തന്നെ, ഒരു സങ്കല്പത്തെ തന്നെ, അതുമായിട്ടാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്ന് രാഹുൽ ഗാന്ധിയും പ്രഖ്യാപിച്ചു. അപ്പോൾ പിന്നെ എന്താ ഇപ്പോൾ ബാക്കിയുള്ളത്? അതുകൊണ്ട് ഒരു സനാതന ധർമ്മത്തെ അഥവാ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അവർ ആഗ്രഹിക്കുന്നു, അവർ കൊട്ടേഷൻ എടുക്കുന്നു, അതിന് കാശ് വാങ്ങുന്നു. അവർക്ക് കാശ് കൊടുക്കാനായിട്ട് സൊറോസ് ഉണ്ട്, ഒരുപാട് വിദേശ ശക്തികളൊക്കെ ഉണ്ട്. അതിൻ്റെ പൊളപ്പാണ് അവർ കാണിക്കുന്നത്. തീർച്ചയായും. താങ്ക് യു വെരി മച്ച് DG മോഹൻദാസ്.